നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ജീവിതവും തമ്മിലുള്ള അകലങ്ങൾ വളരെ വലുതായിരിക്കും. പലപ്പോഴും നമുക്കത് നിറവേറ്റാൻ പറ്റാതെ പോകുന്ന പല ആഗ്രഹങ്ങളും ഒരു മുറിവ് പോലെ തന്നെ ഉള്ളിൽ ഉണ്ടാകും. കാലങ്ങൾ കടന്നു പോയാലും പാടുകൾ മായാതെ ചില ആഗ്രഹങ്ങൾ ഒളിഞ്ഞു കിടക്കും. ചിലപ്പോഴൊക്കെ വൈകിയാണേലും വഴിയിൽ തങ്ങില്ല എന്ന് പറയുന്ന മാതിരി ചിലതൊക്കെ നമ്മുടെ കയ്യിൽ വന്നു ചേരും. ഇപ്പോൾ അത്തരത്തിലൊരു 88-കാരിയുടെ ആഗ്രഹം സഫലമായി കഴിഞ്ഞിരിക്കുകയാണ്. വാർത്തയിലേക്ക്. ബിസിനസ് ക്ലാസ് ടിക്കറ്റിൽ വിമാനയാത്ര നടത്തുക എന്നത് ഒരു സാധാരണക്കാരന് ചിലപ്പോൾ ഒരു സ്വപ്നമായി തന്നെ അവശേഷിക്കാനാണ് സാധ്യത. എന്നാൽ 88-കാരിയായ വിമാനയാത്രക്കാരിക്ക് തന്റെ ബിസിനസ് ക്ലാസ് സീറ്റ് നൽകി പകരം അവരുടെ എക്കോണമി ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ തയ്യാറായ ജാക്ക് എന്ന ചെറുപ്പക്കാരൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനുമോദനവും സ്നേഹവും നേടിക്കൊണ്ടിരിക്കുകയാണ്. ജാക്കിന്റെയും 88-കാരിയായ വയലറ്റിന്റെയും കഥ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് ഫ്ലൈറ്റ് അറ്റൻഡന്റായ ലിയ എമി എന്ന യുവതിയാണ്. ഏറ്റവും പ്രിയപ്പെട്ട 2 യാത്രക്കാർ എന്ന് വിശേഷിപ്പിച്ചാണ് ലിയ ജാക്കിന്റെയും വയലറ്റിന്റെയും ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. തന്നെ കുടുംബത്തോടൊപ്പമാണ് ജാക്ക് ന്യൂയോർക്കിൽ നിന്ന് യാത്രയ്ക്കായി എത്തിയത്. വിമാനത്താവളത്തിലെ കാത്തിരിപ്പിനിടെയാണ് ജാക്ക് വയലറ്റുമായി സൗഹൃദത്തിലാവുന്നത് തന്നെ. മകളെ കാണാനായി വയലറ്റ് ഇടയ്ക്ക് ന്യൂയോർക്കിലേക്ക് യാത്ര നടത്താറുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ വയലറ്റിന് സാധിച്ചിരുന്നില്ല. മാത്രമല്ല, വിമാനത്തിന്റെ മുൻവശത്തെ സീറ്റുകളിൽ ഒന്നിലിരുന്ന് യാത്ര ചെയ്യണമെന്നുള്ളത് വയലറ്റിന്റെ വലിയ ആഗ്രഹം തന്നെയായിരുന്നു. വിമാനത്തിൽ കയറിയ ഉടൻ ജാക്ക് ഇക്കോണമി ക്ലാസ്സിൽ വയലറ്റിന്റെ സീറ്റിൽ ഇരിപ്പുറപ്പിച്ചു. വയലറ്റിനോട് തന്റെ സീറ്റിൽ ഇരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സംസാരത്തിനിടെ തനിക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യം വയലറ്റ് സൂചിപ്പിച്ചിരുന്നു. അത് ഓർത്തു വെച്ചാണ് ജാക്ക് തന്റെ സീറ്റ് വയലറ്റിന് വിട്ടു നൽകിയത്. അങ്ങനെ മുൻവശത്തിരുന്ന് യാത്ര ചെയ്യാനുള്ള ആഗ്രഹം നടന്നതോടെ വയലറ്റ് ഏറെ സന്തോഷവതിയാണെന്ന് ലിയ പോസ്റ്റിൽ പറയുന്നുണ്ട്. തന്റെ മകൾ ഒരിക്കലും വിശ്വസിക്കാനിടയില്ല എന്നും അതിനാൽ സെൽഫി എടുക്കണമെന്നും വയലറ്റ് ആവശ്യപ്പെട്ടെന്നും ലിയ കുറിക്കുകയുണ്ടായി. വയലറ്റിന് ഫോണോ ഇമെയിൽ അഡ്രസ്സോ ഇല്ലാത്തതിനാൽ ഫോട്ടോകൾ പോസ്റ്റിലായി മകൾക്ക് അയച്ചു കൊടുക്കണമെന്നും ലിയയുടെ കുറിപ്പിലുണ്ട്. ലിയയുടെ പോസ്റ്റിനോട് 10,000-കണക്കിന് ആളുകൾ പ്രതികരിക്കുകയുണ്ടായി. നിരവധി പേർ വയലറ്റിന്റെ സന്തോഷത്തിൽ പങ്കുചേരുകയുമുണ്ടായി. ജാക്കിനെ അഭിനന്ദിച്ച് നിരവധി പേർ കമന്റ് ചെയ്യുകയുമുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.